ഹായ് ഗായ്സ്, അദ്വൈതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് പറഞ്ഞാൽ നമ്മൾ കൊമ്പൻ കാളിയനും കൊണ്ടൊരു ടൂർ മോഡ് കളിക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബസ് ഏതാണെന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഇന്ന് മുമ്പത്തെ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊമ്പൻ കാളിയൻ്റെ ഒരു വീഡിയോ ഇടുമെന്ന്. അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ ഇടുന്നത്. ഇതാണ് നമ്മുടെ ബസ്. ഇതിനകത്ത് ലൈറ്റ് ഒന്നും വലുതായിട്ട് ഇടാൻ പറ്റത്തില്ല, നൈറ്റ് ആക്കാം. നമുക്ക് നേരെ സെറ്റിങ്സിൽ പോയി നൈറ്റ് ആക്കാം. നൈറ്റ് ആക്കിയിട്ട് വരാം. ഗിയറാണ് ഇട്ടിരിക്കുന്നത്. ഓക്കേ, ഇവിടെ നൈറ്റിൻ്റെ ഓപ്ഷൻ കാണുന്നില്ലെന്ന് തോന്നുന്നു ഗൈസ്. ഇവിടെ നൈറ്റിൻ്റെ ഓപ്ഷൻ കാണുന്നില്ലതാണ്. അപ്പോൾ നൈറ്റ് ആയിക്കോളും, അത്ര സമയം പോവും. ഞാനിവിടെ ഗിയറാണ് എടുത്തിരിക്കുന്നത്. ഗിയർ കണക്കുള്ള ഇതാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ ഈ ക്യാമറ ഇട്ടേ പോകാൻ പറ്റത്തുള്ളൂ. ഫാമിലി ഗ്യാതറിങ് എന്ന് പറഞ്ഞൊരു റൂട്ടിൽ നമുക്ക് നേരെ നമ്മുടെ റൂട്ടിലോട്ട് പോകാം. എത്ര ദൂരം പോകണമെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ സ്ഥലം. ഓക്കെ, ഇറങ്ങാം. ഇവിടെ നിന്ന് ഇറങ്ങുന്ന ഇച്ചിരി റിസ്ക് പരിപാടിയാണ്. ഇപ്പുറത്തുനിന്ന് കൊണ്ട് നമുക്ക് സൂക്ഷിച്ചിറങ്ങാം. റിസ്ക് എന്ന് പറഞ്ഞാൽ അവിടെ കുറേ പിള്ളേരൊക്കെ നിൽക്കുന്നുണ്ട്. അയ്യോ. ഓക്കെ, നമ്മളങ്ങനെങ്കിലൊക്കെ ഇറങ്ങി ഫ്രണ്ട് ക്യാമറ ഇട്ട് പോകും. ഇപ്പോൾ സിഗ്നലൊക്കെ പച്ച തന്നെയാണ്. ഓക്കെ, ഗിയർ 6 പോകാം. നമ്മളിപ്പോൾ ഗിയർ 6 പോകുന്നത്. നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സ്പീഡൊക്കെ ഇപ്പോൾ കൂടി വരും. ഞാൻ സ്പീഡ് കുറച്ച് പോകുന്നതാണ്. പെയ്യെ ആക്സിലേറ്റർ നിൽക്കുന്നുള്ളൂ. ഭയങ്കര സ്പീഡാണ് ബസ്സിന്. സ്പീഡിൽ പോയ സ്ഫടികം എന്ന് പറഞ്ഞൊരു ബസ്സുണ്ട്, സീനാണ്. നോക്കിയോ എൻ്റെ സ്പീഡ് നോക്കിയോ നിങ്ങൾ? ഉണ്ട് 86 ഒന്ന് തിരിച്ച് പിന്നെ 86 വന്ന് അങ്ങനെയാണ് നമുക്ക് പോകുന്നത്. വേഗത്തിൽ പോയാൽ പിന്നെ നിൽക്കത്തില്ല സ്പീഡ്. ഹാൻഡ് ബ്രേക്ക് ഇട്ടാൽ പോലും നിൽക്കാത്ത രീതിയിലത്തെ സ്പീഡൊക്കെയാണ്. അതുകൊണ്ടാണ് അങ്ങനെ പെയ്യെ പോകുന്നത്. നമുക്ക് ആൾക്കാരെ പിക്ക് ചെയ്യുമ്പോൾ എന്താണെന്നറിയത്തില്ല. തനിയെ നൈറ്റ് ആവുമോ അതോ നൈറ്റ് മോഡ് ഇട്ടേക്കുവാണോ എന്നറിയത്തില്ല. അതിന് നൈറ്റിൻ്റെ മോഡ് കാണുന്നില്ല. ഉണ്ടെന്ന് പക്ഷെ കാണാൻ പറ്റുന്നില്ല ഇവിടെ. നല്ല സ്മൂത്ത് വണ്ടിയാണ്. കൊമ്പൻ യോദ്ധാവ് എന്ന് പറഞ്ഞ വണ്ടിയുണ്ട്. അത് അടിപൊളി വണ്ടിയാണ്. നല്ല സ്മൂത്ത് വണ്ടിയാണ്. നമുക്ക് കയറാം. ഇപ്പം നമ്മുടെ റൂട്ട് എത്തിയിട്ടുണ്ട്. ഇത്രയും പേരല്ലേ? ആൾക്കാരിപ്പോൾ കാണുന്ന രീതിയിലാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് പോകാം. സ്ഫടികം എന്ന് പറഞ്ഞൊരു ബസ്സുണ്ട്. പവർ സ്പീഡാണ്. ഞാൻ പിന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ്. ഇത് മറ്റൊരു മോഡാണിത്. സീഡൻ എന്ന് പറഞ്ഞൊരു മോഡാണിത്. ബസ് ഓടിക്കാൻ പോലും പറ്റുന്നില്ല, നല്ല സ്പീഡാണ്. നേരത്തെ ഞാൻ സ്ഫടികത്തിനെ കുറിച്ച് പറഞ്ഞ് ഇടണമെന്ന് വിചാരിച്ചാണ്. ഇപ്പോഴാണ് ഇതിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, സെറ്റിങ്സ് കയറി ഗിയർ മോഡ് അങ്ങ് മാറ്റാം. സ്പീഡുണ്ടോ? എനിക്കൊന്ന് ഗിയറായിട്ടാണ് തോന്നുന്നു സ്പീഡ് കിട്ടാൻ.
പേടിക്കേണ്ടതായിരുന്നു. സിഗ്നൽ പച്ചയായിട്ട് എന്തിനാണ് ഇവർ നിർത്തുന്നതെന്ന് അറിയത്തില്ല ഗൈസ്. ഇന്ന് ഇൻഡോനേഷ്യ കളിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അതിന് ഇന്ത്യൻ ബൈക്ക് ഗെയിമിൻ്റെ ഓർമ്മ ഇടുന്നുണ്ട്. അതിനകത്ത് മൊത്തം ഇൻഡോനേഷ്യയാണ് ഇട്ടിരിക്കുന്നത്, ബിസിമുലേറ്ററാണ് ഇട്ടിരിക്കുന്നത്. ഈ മറ്റേ ഇന്ത്യൻ ബൈക്ക് ഗെയിം ഇതൊന്നും ഞാൻ ഇട്ടിട്ടില്ല. ഫ്രീ ഫയർ കയറ്റാൻ വേണ്ടി നോക്കിയാണ് ഗൈസ്. പക്ഷേ ഇതിനകത്ത് സ്പേസ് ഇല്ല, ഉള്ള ഗെയിം എല്ലാം കൂടെ കയറി ആണ്. നമ്മളിത് കഴിഞ്ഞിട്ട് KSRTC പിന്നെ സ്ഫടികം, അനിഴം അങ്ങനത്തെ കുറേ ബസ്സിൻ്റെ ഇടുന്നുണ്ട്. പക്ഷെ അനിഴം എടുക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഇത് എന്താണെന്നറിയത്തില്ല, എടുക്കാൻ പറ്റുന്നില്ല. ഇത് നല്ല സെറ്റ് ബസ്സാണ്, പക്ഷെ എടുക്കാൻ പറ്റുന്നില്ല. നല്ല ബസ്സൊന്നും എടുക്കാൻ പറ്റില്ല. സ്വീഡൻ ബസ്സിലേട്ട് 160 ഉണ്ട്, നമുക്ക് പെട്രോൾ അടിക്കേണ്ട കാര്യമില്ല. ഈ ക്യാമറയാണ് പിന്നെ നല്ലതെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് ആഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇടയ്ക്ക് ആഡ്സ് കയറി വന്നതാണ്. ഓക്കെ, ഇന്ത്യൻ ബൈക്ക് ഗെയിം കളിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഓക്കെ, നമുക്ക് രാത്രിയൊക്കെ ആയിട്ടുണ്ട്. ഇനി ലൈറ്റൊക്കെ ഇട്ട് അടിച്ച് പൊളിച്ച് പോവാം. കുറേന്ന് വണ്ടി വല്ലതും വരുന്നുണ്ടെങ്കിൽ വിഷയമാണ് ഗൈസ്, അവർ കൊണ്ടിട്ടങ്ങ് ഇരിക്കും. നമുക്ക് പോവാം, നേരെ നമ്മുടെ റൂട്ടിലോട്ട് പോവാം. ഇവിടെ നല്ല അടിപൊളി വളമൊക്കെ. ഈ സ്ഥലം എടുക്കണ്ടായിരുന്നു ഗൈസ്, വണ്ടി പൊളിഞ്ഞിട്ടേ പോകത്തുള്ളൂ. ഭയങ്കര വളമാണ് ഇവിടെ. അയ്യോ, കൈ നിൽക്കത്തില്ല വണ്ടി. ഈ ലോറിയുടെ പുറകിൽ പോയാൽ നമുക്ക് പണി കിട്ടും, ഉറപ്പാണ് പണി കിട്ടും. നമുക്കൊരു ബസ്സിൻ്റെ പുറകിലാണെങ്കിൽ പിന്നെ സ്പീഡൊക്കെ ഉണ്ട്. ഇത് ഭയങ്കര ഇഴഞ്ഞാണ് ഈ വണ്ടി പോകുന്നത്. ഓ, ഓവർടേക്ക് ചെയ്ത് പോകാൻ പറഞ്ഞ അല്ല, കാടി കൊണ്ട് കയറുകയും ചെയ്യും. ആ ബസ്സിൻ്റെ പുറകിന് പോവാം. എൻ്റെ പുറകിന് പോകുന്നതിന് ഇഷ്ടമല്ല, കൊള്ളത്തില്ല. നമുക്ക് ലൈറ്റ് ഇട്ട് പോവാം. വെട്ടമില്ല, പെട്ടെന്നാണ് രാത്രിയായത്. അയ്യോ, ഇടിച്ചേന്. ഈ കാറിൻ്റെ പുറകിൽ പോകുന്ന ഇച്ചിരി വിഷയമാണ്. അയ്യോ, ഇടിച്ചില്ല, ഒരേ അങ്ങോട്ട് ചെയ്തതേ ഉള്ളൂ. കാർ ഇടഞ്ഞാണ്. ഇനി ഇതുവഴി ഞാൻ കാറും വെച്ച് വരുന്നൊരു വീഡിയോ ഇടാം ഗൈസ്. കാറാണ് പിന്നെ നല്ലത്, വണ്ടി ഇതുവഴി ഓടിക്കാൻ കൊള്ളത്തില്ല. ബസ് ലാഗാണ്, വിറച്ചൊക്കെ ഇരിക്കുന്നു. നമ്മുടെ ഒരു ഈ സ്ഥലമൊക്കെ കഴിഞ്ഞ് നല്ലൊരു മണ്ണ് പോലത്തെ സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് എത്തിയാൽ പിന്നെ ഒരു പാടുമില്ല, എളുപ്പമാണ്. നമ്മളെ സ്ഥലം എത്തിയെന്ന് തോന്നുന്നു. ഇതുവഴി എങ്ങാണ്ടാവുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, സ്ഥലം എത്തി. ഓക്കെ, അപ്പോൾ നമ്മുടെ റൂട്ടിലെത്തിയിട്ടുണ്ട്. തിരിച്ചു വന്ന വീഡിയോ ഞാൻ ഇടുന്നില്ല ഗൈസ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നമുക്ക് ബസ്സിൻ്റെ ഒരു ഫോട്ടോ എടുക്കാം. ഓക്കെ, ഇത്രയും വലിയ ഫോണോ, കയ്യിലൊന്നും കാണുന്നില്ലല്ലോ. ഓക്കെ, നമുക്ക് ബസ്സിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിനി തിരിച്ചു പോവാണ്. ഈ റൈഡിലൊക്കെ കയറാൻ പറ്റുമെന്ന് നോക്കിയിട്ടൊന്ന് പോവാം.
അവരെയൊക്കെ ഞാൻ തള്ളി തെറിച്ചാൽ പോകും. ഈ ട്രാഫിക്കിൽ കൂടെ ഒക്കെ എടുത്ത് ചാടാൻ പറ്റും. കറക്റ്റ് ഫ്രീ ഫയർ കളിക്കുന്ന പോലെ തന്നെയാണിത്. എടുത്ത് ചാടി പോകുന്നു. എന്തോ കടയാണെന്നൊന്നും അറിയത്തില്ല. അത് കയറാനൊന്നും പറ്റുന്നില്ല. കയറാൻ പറ്റുമായിരുന്നെങ്കിൽ നമുക്കൊന്ന് കഴിച്ചിട്ടൊക്കെ പോയായിരുന്നു. ഇവിടുന്ന് വണ്ടി വരുന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് ചാടി നോക്കാം, വല്ലതും പറ്റുമോയെന്നറിയാൻ. ഒരു ബസ് അങ്ങോട്ട് വരുന്നുണ്ട്. ഒക്കെ നമുക്കെടുത്ത് ചാടാം. ബുദ്ധിശാലിയാണെന്ന് തോന്നുന്നു. അയ്യോ, ബസ് മിസ്സാക്കി. മരുന്നിന് നിർത്തുന്ന ഇടയ്ക്കൂടെ. ഓക്കെ, നമുക്ക് വണ്ടിയുടെ സ്പീഡിൽ ഓടാൻ പറ്റും. അയ്യോ, പറ്റത്തില്ല. അടുത്ത വണ്ടി വരട്ടെ ഗൈസ്, ഉറപ്പായിട്ട് ഞാൻ ചാടാം. നല്ല രസമാണ് ഇങ്ങനെ ചാടുന്നതൊക്കെ. ഉടനെ സ്ലോയിലാണെന്ന് തോന്നി വരുന്നത്. ഉറപ്പില്ല, ഒരു വിധത്തിലൊക്കെ നമുക്ക് ചാടിയോ. കറക്റ്റ് ടൈമിംഗ് ആണ്. ഈ കാറിനെയൊക്കെ അങ്ങ് തള്ളിക്കൊണ്ട്. ഓക്കെ, ഒരു ലോറി വരുന്നുണ്ട്. ആ കാറിനെ അങ്ങ് തള്ളിവിടാം. ഓക്കെ, നമുക്ക് നമ്മുടെ സ്ഥലത്തോട്ട് പോവാം. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ നിർത്തുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.